ഏഴ് പതിറ്റാണ്ട് ഭാഷകളുടെ അതിർത്തികളില്ലാതെ പാട്ടുപാടിത്തന്ന ജാനകി അമ്മയ്ക്ക് അന്ത്യാഞ്ജലി. തെന്നിന്ത്യയുടെ വാനമ്പാടി എസ് ജാനകി വിടവാങ്ങിയത് 88-ാം വയസ്സിൽ. അന്ത്യം ഇന്നലെ രാത്രി 8-ഓടെ മൈസൂരു അപ്പോളോ ആശുപത്രിയിൽ. ശ്വസന സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇന്ത്യൻ ഭാഷകളിൽ പാടിയത് 48,000-ഓളം പാട്ടുകൾ. വിദേശ ഭാഷകളിലും പാടി. ജാനകി അമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് സഹൃദയ ലോകം. മൃതദേഹം 8 മണിക്ക് വീട്ടിലെത്തിക്കും. രാവിലെ 10 മുതൽ മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശനം. സംസ്കാരം കർണാടക സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ. ലോകകപ്പ് ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡിനെതിരെ അർജന്റീന. 10-ാം മിനിറ്റിൽ മക്കലിസ്റ്ററിന്റെ ഹെഡർ ഗോൾ വലയിൽ. നോർവേയെ എക്സ്ട്രാ ടൈമിൽ മറികടന്ന ഇംഗ്ലണ്ട് സെമിയിൽ. കേരളത്തിനും കണ്ണീരായി വിയറ്റ്നാമിലെ ബോട്ട് ദുരന്തം. മരിച്ചവരിൽ കൊട്ടാരക്കര ആസ്ഥാനമായ വിക്ടറി ഗ്രൂപ്പ് ഉടമയും ഭാര്യയും. AC തോമസിന്റെയും ലോവേനി തോമസിന്റെയും മൃതദേഹങ്ങൾ ഉടൻ നാട്ടിലെത്തിക്കാൻ ശ്രമം. ആകെ മരിച്ചത് 15 ഇന്ത്യക്കാർ. എല്ലാവരും ലാവ മൊബൈൽ കമ്പനിയുടെ ഇൻസെന്റീവ് ട്രിപ്പിൽ ഉല്ലാസത്തിനെത്തിയവർ. ദുരന്തത്തിൽ ഇരയായ മറ്റുള്ളവർ തമിഴ്നാട്, ആന്ധ്ര സ്വദേശികൾ. ലീഡർ നിയമന വിവാദങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തെ കടന്നാക്രമിച്ച അഡ്വക്കേറ്റ് PM നിയാസ്. പാർട്ടി വേദിയിൽ വിയോജിപ്പ് തുറന്നു പറയും. നിരന്തരമായി ഉയരുന്ന വിവാദങ്ങൾ പാർട്ടി പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തുമെന്നും നിയാസ്. പ്രതികരണം ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി വിജയ്ക്ക് പിന്നാലെ ലഹരിക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് അണ്ണാമലയും. പുതിയ പാർട്ടി വി ദ ലീഡേഴ്സ് മൂവ്മെന്റിന്റെ ആദ്യ യോഗം ഇന്ന് പൊള്ളാച്ചിയിൽ. യോഗത്തിന്റെ മുഖ്യ സംഘാടകരിൽ മുൻ BJP നേതാക്കളും പാർട്ടി നയവും ഭാവി പരിപാടികളും യോഗത്തിൽ അണ്ണാമല പ്രഖ്യാപിക്കും. ജനസംഖ്യാ നിയന്ത്രണം ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ. ഗർഭനിരോധന ഗുളികകൾക്ക് നികുതി ഒഴിവാക്കുന്നതടക്കം പരിഗണനയിൽ. കർമ്മ പദ്ധതി തീരുമാനിക്കാനുള്ള കമ്മിറ്റിയിൽ പാക് സൈനിക മേധാവി അസീം മുനീർ.